ഹലോ, അസ്സലാമലൈക്കും. ഹന്ന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചായയുടെ പണി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഉലുവയും പെരുംജീരകവും നല്ല ജീരകവും എടുത്തിട്ട് നന്നായി കഴുകി അത് വറുക്കുകയാണ് കേട്ടോ. നന്നായി വറുത്തിട്ട് പൊടിക്കാൻ പോവാണ്. അത് കാണിച്ചു അങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് എന്തിൽക്കും നമുക്ക് എളുപ്പമാണ്, നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ആ സമയത്ത് പൊടിക്കാനും കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ കറിയിലൊക്കെ ചേർത്ത് അത് അങ്ങനെ തന്നെ വേഗം തന്നെ ഇതായപ്പോൾ ചിലത് ജീരകട്ടാലും പെരുകട്ടാലൊന്നും കുട്ടികൾക്ക് ഇഷ്ടാവില്ല. അതിങ്ങനെ കടിക്കുമ്പോഴൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ചേർക്കാറാണ് കേട്ടോ. കുറച്ച് നാളൊക്കെ ഇരിക്കും കേട്ടോ, ഒരു 3-4 മാസമൊക്കെ കേട് വരാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചാണ് പൊടിക്കണുള്ളൂ. അതിനുശേഷം അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ നനയാത്ത ഇതിൽ വേണം ഇത് അടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കഴുകി ഉണക്കി വെച്ചതാണ്. അപ്പോൾ ഉമ്മ ഒന്നും കൂടി അത് എടുത്തിട്ട് തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് എന്തായാലും പൊടിക്കാം. അങ്ങനെ എന്താണ് ഓരോന്നാക്കിയിട്ടാക്കുന്നത് കേട്ടോ. പെരുജീരകം വേറെ, നല്ല ജീരകം വേറെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ പൊടിച്ച് ഓരോന്ന് വേറെ പാത്രത്തിലാക്കി പൊടിച്ച് അത് അതിലേക്ക് വെച്ചിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ പാത്രത്തിലാക്കണം കേട്ടോ. ഓരോന്നിൻ്റെ പാത്രത്തിൽ നമ്മൾ കുക്കി വെക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നമ്മുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.